ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മൊഡ്യൂൾ നമ്പർ 2 പാർട്ട് 7 ആണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി മൊഡ്യൂൾ നമ്പർ 2 ലാസ്റ്റ് ചാപ്റ്ററായ തേർഡ് ചാപ്റ്ററായ വോളിയോമെട്രിക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഒരു ലാബിൽ ടൈട്രേഷൻസ് എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യും, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കിയിരുന്നു. അതിനകത്ത് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഇൻഡിക്കേറ്റർ എന്താണ്, പി എച്ച് റേഞ്ച് എന്താണ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ടൈട്രേഷൻ്റെ എൻഡ് പോയിൻ്റ് ഒരു കൃത്യമായ കളർ ചേഞ്ച് വഴി നമുക്ക് മനസ്സിലാക്കി തരുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റർ. ആ ഇൻഡിക്കേറ്റർ എല്ലായ്പ്പോഴും ആ ഒരു പെർട്ടിക്കുലർ കളർ ചേഞ്ച് കാണിച്ചുകൊള്ളണം എന്നില്ല. ചില പെർട്ടിക്കുലർ പി എച്ച് വാല്യൂസിലൂടെ റിയാക്ഷൻ കടന്നു പോകുമ്പോൾ മാത്രമേ ആ ഒരു ഇൻഡിക്കേറ്റർ ആ പറഞ്ഞിരിക്കുന്ന ഒരു ആസിഡിലൊരു കളർ ബേസിലൊരു കളർ എന്ന് പറയുന്ന ആ ഒരു കളർ ചേഞ്ച് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരികയുള്ളൂ. ആ പി എച്ച് വാല്യൂവിൻ്റെ റേഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് പി എച്ച് റേഞ്ച് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ഇൻഡിക്കേറ്റർ അങ്ങനെ കണ്ടായിരുന്നു. ഒന്ന് ഫിനോഫ്തലീനാണ്, ഒന്ന് മീഥൈൽ ഓറഞ്ചാണ്. ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് ബേസിക് മീഡിയത്തിൽ പിങ്ക് കളറും ആസിഡ് മീഡിയത്തിൽ കളർലെസ്സും ആണെന്ന് പറഞ്ഞു. അങ്ങനെ ബേസിക് മീഡിയത്തിൽ ഒരു പിങ്ക് കളറിൽ നിന്ന് ആസിഡ് മീഡിയത്തിലെ കളർലെസ് എന്ന് പറയുന്ന ഒരു കളർ ചേഞ്ചിലേക്ക് ഫിനോഫ്തലീൻ മാറുന്നത് റിയാക്ഷൻ്റെ പി എച്ച് 8.3ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഫിനോഫ്തലീൻ്റെ പി എച്ച് റേഞ്ച് 8.3 to 10 എന്ന് നമ്മൾ പറയുന്നത്. സിമിലർലി മീഥൈൽ ഓറഞ്ച് ബേസിക് മീഡിയത്തിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറും ആസിഡ് മീഡിയത്തിൽ ഒരു ഓറഞ്ച് റെഡ് കളറുമാണ്. ഈ ഒരു കളർ ചേഞ്ച് മീഥൈൽ ഓറഞ്ച് കാണിക്കുന്നത് റിയാക്ഷൻ്റെ പി എച്ച് 3.5ൻ്റെയും 4.5ൻ്റെയും ഇടയിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മീഥൈൽ ഓറഞ്ചിൻ്റെ പി എച്ച് റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് 3.5 to 4.5. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പി എച്ചിലൂടെ റിയാക്ഷൻ കടന്നു പോകുമ്പോൾ മാത്രമേ ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് എക്സിബിറ്റ് ചെയ്യുള്ളൂ. സോ നമ്മളൊരു ടൈട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാനോ നിങ്ങളോ ഒരു ആസിഡും ഒരു ബേസും ഉപയോഗിച്ച് ഒരു ടൈട്രേഷൻ ലാബിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാ ഇൻഡിക്കേറ്ററും എല്ലാ തരത്തിലും കളർ ചേഞ്ച് കാണിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡിനെയും ബേസിനെയും അനുസരിച്ച് നമ്മളൊരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ ആദ്യമേ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു എൻഡ് പോയിൻ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ ഒരു ഇൻഡിക്കേറ്റർ ആസിഡ് ബേസ് ടൈട്രേഷൻ റിയാക്ഷൻസിൽ ഇൻഡിക്കേറ്റർ എങ്ങനെ സെലക്ട് ചെയ്യും, ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ ഈ ഒരു സ്ലൈഡ് നമ്പർ 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്ലൈഡ് നമ്പർ 3 ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. നോട്ട് എഴുതുമ്പോൾ ഇത് മാത്രം എഴുതി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററുടെ ചോയ്സ് ഏതാണ് ഇൻഡിക്കേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള തിയറി നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിത് 4 ഡിഫറെൻറ്റ് ടൈട്രേഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും, അതുപോലെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും, നേരെ തിരിച്ച് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും, വീക്ക് ആസിഡും വീക്ക് ബേസും. ഇങ്ങനെ 4 ടൈട്രേഷൻസ് നടക്കുന്ന സമയത്ത് ഏതൊക്കെ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യും, എന്തുകൊണ്ട്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ടൈട്രേഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് അഗെയിൻസ്റ്റ് സ്ട്രോങ് ബേസ്. നമ്മൾ ലാബിൽ ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും വെച്ച് ടൈട്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്ട്രോങ് ആസിഡ് എന്താ സ്ട്രോങ് ബേസ് എന്താണെന്നുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് എക്സാമ്പിളും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സാമ്പിളും തന്നിട്ടുണ്ട്. സ്ട്രോങ് ആസിഡിന് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് HCl H2SO4 ആണ്. സ്ട്രോങ് ബേസിന് എക്സാമ്പിളായിട്ട് തന്നത് NaOH KOH, ഇതിലേതെങ്കിലും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ആസിഡും ഒരു ബേസും ഉപയോഗിച്ച് ഞാൻ ലാബിൽ ടൈട്രേഷൻ ചെയ്യാൻ പോവാണ്. ഏത് ഇൻഡിക്കേറ്റർ ഞാൻ ഉപയോഗിക്കണം, ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ എൻഡ് പോയിൻറ്റിൽ ഒരു കറക്റ്റ് കളർ ചേഞ്ച് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, അതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഇവിടെ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. ഹിയർ പി എച്ച് റേഞ്ച് അറ്റ് ദി എൻഡ് പോയിൻ്റ് ഇസ് 4 to 10. എൻഡ് പോയിൻ്റ് എത്തുമ്പോൾ റിയാക്ഷൻ്റെ പി എച്ച് ചേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ 10 വരെയാണ്. 4 മുതൽ 10 വരെയാണ്. എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ 4 മുതൽ 10 വരെയാണ് റിയാക്ഷൻ്റെ പി എച്ച് എങ്കിൽ നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ പി എച്ച് റേഞ്ചുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലേ? 4ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് പി എച്ച് റേഞ്ച് വരുന്ന ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഏത് ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു റിയാക്ഷൻ്റെ പി എച്ച്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പി എച്ച് വാല്യൂസ് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. വെറുതെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉള്ള രീതിയിൽ. ഈ രീതിയിൽ നിങ്ങൾ എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. പി എച്ച് വാല്യൂസ് ഈ പറഞ്ഞ പോലെ ഒരു സ്കെയിൽ പോലെയൊന്നും അല്ല പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓൺലി, നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അപ്പോൾ പി എച്ച് വാല്യൂസ് നമുക്കറിയാം എത്ര മുതൽ എത്ര വരെയാണ്, 1 മുതൽ 14 വരെയാണ്. 1 മുതൽ 14 വരെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് വരയ്ക്കുവാണ്. 1 മുതൽ 14 വരെ പി എച്ച്. അതിൽ 7 എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ അല്ലേ. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ വാല്യൂ ആണ്. പി എച്ച് 7 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ന്യൂട്രൽ. ഇനി 7ൻ്റെ മുകളിലേക്ക് 14 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ബേസ് ആണ്. 7ൻ്റെ മുകളിൽ 14 വരെ പി എച്ച് വരുന്നത് ബേസ് ആണ്. 1 മുതൽ 7 വരെ പി എച്ച് വരുന്നത് ആസിഡുമാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പി എച്ച് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. 7 ന്യൂട്രലാണ്. 7 പി എച്ച് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ന്യൂട്രലാണ്. 7ൻ്റെ മുകളിലേക്ക് 14 വരെ എന്ന് പറഞ്ഞാൽ ബേസുമാണ്. 1 മുതൽ 7 വരെ ആസിഡുമാണ്. 7 ന്യൂട്രലാണ്. നമ്മൾ ജസ്റ്റ് നോക്കാം. 7 എന്ന് പറഞ്ഞാൽ പി എച്ച് 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ് അല്ലേ. 7നോട് അടുത്ത് ഒന്നിൽ താഴേക്ക് 7 ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് 6 എന്ന് പറഞ്ഞാൽ പി എച്ച് വാല്യൂ നമ്മൾ ജസ്റ്റ് നോക്കാം 6. അതുപോലെ ഇപ്പുറത്ത് 7 ഇങ്ങടേക്ക് പോകുമ്പം ഇവിടെ 8 എന്ന് പറയുന്ന ഒരു പി എച്ച് വാല്യൂ. ഇവിടേക്ക് ലെഫ്റ്റ് എൻഡിലേക്ക് വന്നു ഒരു 2 എന്ന് പറയുന്ന ഒരു പി എച്ച് വാല്യൂ. അതുപോലെ ഇവിടേക്ക് ഒരു 12 എന്ന് പറയുന്ന ഒരു പി എച്ച് വാല്യൂ. ഈ പി എച്ച് ഒക്കെ നമ്മൾ നോക്കാൻ പോവാണ് ആസിഡിൻ്റെ കേസിൽ, ആസിഡിൻ്റെയും ബേസിൻ്റെയും കേസിൽ. അപ്പോൾ ഇവിടെ 7 ന്യൂട്രലാണ്. ഓക്കെ, 7ന് തൊട്ടടുത്ത് 8 റൈറ്റ് സൈഡിലേക്ക് 8 എന്ന് വെച്ചാൽ ന്യൂട്രലാണ് 7. 8 പി എച്ച് വരുന്നു ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സംഭവം ബേസ് തന്നെയാണ്. 8 ആണ് പി എച്ച് എന്ന് പറഞ്ഞാൽ ബേസ് ആണെന്ന് നമുക്കറിയാം, ബേസ് ആണ്. പക്ഷേ 7നോട് വളരെ അടുത്തായതുകൊണ്ട് അത് വളരെ ന്യൂട്രൽ സ്വഭാവത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന സൊല്യൂഷൻ ആയിരിക്കും 8. ബേസ് ആണ്, ഓൾറെഡി ബേസ് ആണ്. പി എച്ച് 8 എന്ന് പറഞ്ഞാൽ ബേസ് തന്നെയാണ്, പക്ഷേ ന്യൂട്രലിനോട് തൊട്ടടുത്തിരിക്കുകയാണ്. സോ ബേസ് ആണ്, പക്ഷേ ന്യൂട്രലിനോട് തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം അത് വളരെ വീക്കായിട്ടുള്ള ഒരു ബേസ് ആണ്. ഓക്കെ, ഇനി 12 ആണെങ്കിലോ, ന്യൂട്രൽ 7 ആണ്, അവിടുന്ന് ഒരുപാട് ദൂരം പോയി 12 ഓൾമോസ്റ്റ് ഈ എൻഡിലേക്കാണ് ഇരിക്കുന്നത്. സോ 12 ഒക്കെ പി എച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ആ ബേസ് ഒരു സ്ട്രോങ് ബേസ് ആണ്. അതുപോലെ ഇവിടെ 7നോട് വളരെ അടുത്താണ് 6. ആസിഡാണ് 6 എന്ന് പറഞ്ഞാൽ പി എച്ച് 6 എന്ന് പറഞ്ഞാൽ ആസിഡാണ് നമുക്കറിയാം. പക്ഷേ 7നോട് ന്യൂട്രൽ സ്വഭാവത്തിനോട് വളരെ അടുത്തിരിക്കുന്ന ആസിഡാണ്. ആസിഡ് ക്യാരക്ടർ ഉണ്ട് എന്ന് തന്നെയുള്ളൂ. സോ അത് എന്ത് ആസിഡാണ്? വീക്ക് ആസിഡാണ്. അവിടെ നിന്നും ഒരുപാട് ദൂരെയാണ് ഈ പി എച്ച് 2 അല്ലേ. സോ പി എച്ച് 2 എന്ന് പറയുന്നത് അത് ഒരു സ്ട്രോങ് ആസിഡുമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. 7 ആണ് പി എച്ച് എങ്കിൽ ന്യൂട്രലാണ്. 7നോട് അടുത്തുള്ള ആസിഡും ബേസും വീക്ക് ആസിഡും വീക്ക് ബേസുമാണ്. 7ൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ് അല്ലേ. നമുക്ക് കൃത്യമായിട്ട് അറിയാം 7 ആണ് ന്യൂട്രൽ പി എച്ച് എങ്കിൽ അതിനോടടുത്തുള്ളത് സ്വാഭാവികമായിട്ടും വീക്കായിരിക്കും. ഒരുപാട് ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് എന്തുമാണ് അത് സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസും ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളടുത്ത് നമ്മൾ പറഞ്ഞ ടൈട്രേഷൻ, നമ്മളുടെ ഹെഡിങ്ങിൽ നമ്മൾ പറഞ്ഞ ടൈട്രേഷൻ ഏത് ടൈട്രേഷൻ ആയിരുന്നു? നമ്മൾ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആയിരുന്നു നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു പി എച്ച് ഏകദേശം ഒരു 3 ഒക്കെ വരും അല്ലേ, ശരിയല്ലേ? 3 വരുന്നു വിചാരിക്കാം. എന്തായാലും 6 അല്ലല്ലോ, 6 ആണെങ്കിൽ വീക്ക് ആസിഡാണ്. ഒരു സ്ട്രോങ് ബേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 ഒക്കെ വെറുതെ എടുക്കുകയാണ്, റഫായിട്ട് എടുക്കുകയാണ്, ഏകദേശം ഒരു 11. ഓക്കെ, അപ്പോൾ ഈ സ്ട്രോങ് ആസിഡും 3 പി എച്ച് ഉള്ള സ്ട്രോങ് ആസിഡും 11 പി എച്ച് ഉള്ള ഒരു സ്ട്രോങ് ബേസുമാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് കരുതാം. അപ്പോൾ ഈ റിയാക്ഷൻ ഇവരെ രണ്ടുപേരെയും, ഈ സ്ട്രോങ് ആസിഡിനെയും ഈ സ്ട്രോങ് ബേസിനെയും കൂടി തമ്മിൽ മിക്സ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈട്രേഷൻ ഏതുവരെ നമ്മൾ പെർഫോം ചെയ്യണം? ഇവർ രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് അവർ ന്യൂട്രൽ ആവുന്നത് വരെ നമ്മൾ ചെയ്യണം അല്ലേ. ന്യൂട്രൽ സൊല്യൂഷൻ ആവുന്നവരെ ചെയ്യണം. ന്യൂട്രൽ സൊല്യൂഷൻ്റെ പി എച്ച് എത്രയാണ്? ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH 7 ആണ്. അപ്പോൾ ഞാൻ ഈ ആസിഡിനെയും ബേസിനെയും മിക്സ് ചെയ്യിക്കുന്ന സമയത്ത് ആസിഡിൻ്റെ pH ഇവിടെ ഒരു 3 ആണെങ്കിൽ ആ 3ന്ന് pH കൂടി എവിടെ വരെ എത്തണം? 7 വരെ എത്തണം. 7 ആയാൽ എന്തായി? ന്യൂട്രൽ സൊല്യൂഷനായി. അതുപോലെ ബേസിൻ്റെ pH
11ൽ നിന്ന് കുറഞ്ഞ് എവിടെ വരെ എത്തണം? 7 വരെ എത്തണം. 7 ആയാൽ ന്യൂട്രൽ സൊല്യൂഷനായി. അപ്പോൾ ഇവർ മിക്സ് ചെയ്യുന്ന സമയത്ത് ആസിഡും ബേസും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആസിഡിലേക്ക് ബേസ് വരുന്നതിനനുസരിച്ച് ആസിഡിൻ്റെ പി എച്ച് കൂടി ന്യൂട്രൽ പി എച്ച് ആയ 7ലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഈ ബേസിലേക്ക് ആസിഡ് മിക്സ് ചെയ്യുന്ന സമയത്ത് ബേസിൻ്റെ പി എച്ച് ആയ 11ൽ നിന്ന് അത് കുറഞ്ഞ് 7ലേക്ക് എത്തും. അങ്ങനെ രണ്ടും പി എച്ചും 7ൽ എത്തുന്ന സമയത്ത്, ജസ്റ്റ് 7 റീച്ച് ചെയ്യുന്ന സമയത്താണ് ന്യൂട്രലൈസേഷൻ നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ പി എച്ച് വാല്യൂവിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 3ൽ നിന്ന് 7ലേക്ക് കൂടുന്നുണ്ട്, 11ൽ നിന്ന് 7ലേക്ക് കുറയുന്നുമുണ്ട്. അപ്പോൾ ഒരു റഫായിട്ട് 3 ഇങ്ങനെ ജസ്റ്റ് കൂടി, 3 എന്നുള്ളത് 3.5 ഒക്കെ ആവാം സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത്, 11 എന്ന് പറയുന്നത് 10.5 10 റേഞ്ചിലും ആവാം. അപ്പോൾ ഞാൻ റഫായിട്ട് ഒരു ജനറലായിട്ട് ഞാൻ പറയാം, ഈ ഒരു റിയാക്ഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഇതിനിടയ്ക്കാണ്, അല്ലേ? 3ൻ്റെയും 11ൻ്റെയും ഇടയ്ക്ക്. കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം 4ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് വരും ഈ ഒരു മൊത്തം റിയാക്ഷൻ്റെ പി എച്ച്. ഏത് റിയാക്ഷൻ്റെ? സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ റിയാക്ഷൻ്റെ പി എച്ച്. 4ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് ഈ മൊത്തം റിയാക്ഷൻ്റെ പി എച്ച് വരുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടറിയാം ഈ 4 അല്ലെങ്കിൽ 10ൻ്റെ ഇടയ്ക്ക് പി എച്ച് റേഞ്ചുള്ള ഏത് ഇൻഡിക്കേറ്ററും നമുക്ക് ഈ ടൈട്രേഷനിൽ യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ്റെ പി എച്ച് ചേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ 10 വരെയാണ്. ഈ 4ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് പി എച്ച് വാല്യൂ വരുന്ന അല്ലെങ്കിൽ പി എച്ച് റേഞ്ച് വരുന്ന ഏത് ഇൻഡിക്കേറ്ററും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ കയ്യിൽ 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒന്ന് ഫിനോഫ്തലീനാണ്, ഒന്ന് മീഥൈൽ ഓറഞ്ചും ആണ്. ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചും ഈ 2 ഇൻഡിക്കേറ്ററിൻ്റെയും പി എച്ച് റേഞ്ച് നമുക്കറിയാം. ഫിനോഫ്തലീൻ അത് 8.3 മുതൽ 10 വരെയാണ്. മീഥൈൽ ഓറഞ്ച് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് 3.5 to 4.5 വരെയാണ്. 3.5 മുതൽ 4.5 വരെയാണ് ഇതിൻ്റെ പി എച്ച്, മീഥൈൽ ഓറഞ്ചിൻ്റെ പി എച്ച് റേഞ്ച്. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നമ്മൾ പി എച്ച് എന്ന് പറയുന്നത് 4 മുതൽ 10 വരെ ആയിരുന്നതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പി എച്ച് റേഞ്ച് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ രണ്ടുപേരെയും യൂസ് ചെയ്യാം. ഇപ്പോൾ 8.3 മുതൽ 10 വരെയാണ് ഫിനോഫ്തലീൻ്റെ പി എച്ച് റേഞ്ച്. 4ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് വരുന്നുണ്ട്. സോ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഫിനോഫ്തലീനെ യൂസ് ചെയ്യാം. മീഥൈൽ ഓറഞ്ചിൻ്റെ പി എച്ച് റേഞ്ച് 3.5 to ഏത് വരെയുണ്ട്? 4.5 വരെ ഉണ്ട്. ഇവിടെ 4 മുതൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 4.5 വരെ ഉള്ളത് കൊണ്ട് നമുക്ക് ആരെയും ഉപയോഗിക്കാം? മീഥൈൽ ഓറഞ്ചിനെയും ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ജനറലൈസ് ചെയ്ത് പറയാം, ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണോ ഫിനോഫ്തലീൻ ഉപയോഗിച്ചാലും നമുക്ക് എൻഡ് പോയിൻ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ചാലും എൻഡ് പോയിൻ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം റിയാക്ഷൻ്റെ മൊത്തം പി എച്ച് ചേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ 10 വരെയാണ്. ഈ പറയുന്ന 2 ഇൻഡിക്കേറ്ററും ഇതിനിടയിൽ പി എച്ച് റേഞ്ച് വരുന്ന അല്ലെങ്കിൽ പി എച്ച് വാല്യൂ വരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. സോ ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് 2 ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാലും കൃത്യമായ എൻഡ് പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മളുടെ സ്ലൈഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ആദ്യത്തെ ടൈട്രേഷൻ നമ്മൾ പറഞ്ഞു, ടൈട്രേഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് അഗെൻസ്റ്റ് സ്ട്രോങ് ബേസിൽ എൻഡ് പോയിൻ്റ് എത്തുമ്പോഴുള്ള പി എച്ച് ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് 4 to 10. സോ എനി ഇൻഡിക്കേറ്റർ വിത്തിൻ ദിസ് റേഞ്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. എക്സാമ്പിൾ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീൻ എക്സെട്ര. ഓക്കെ, രണ്ടാമത്തെ ടൈട്രേഷൻ സ്ട്രോങ് ആസിഡ് അഗെൻസ്റ്റ് വീക്ക് ബേസ് ആണ്. സ്ട്രോങ് ആസിഡായിട്ട് ഞാനിവിടെ HCl, HNO3, H2SO4 തന്നിട്ടുണ്ട്. വീക്ക് ബേസ് ആയിട്ട് സോഡിയം കാർബണേറ്റും പൊട്ടാസ്യം കാർബണേറ്റും തന്നിട്ടുണ്ട്. ഇവിടെ റിയാക്ഷൻ്റെ പി എച്ച് റേഞ്ച് അറ്റ് ദി എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 3.5 to 7.5. 3.5 മുതൽ 7.5 വരെയാണ്. സോ എനി ഇൻഡിക്കേറ്റർ വിത്തിൻ ദിസ് റേഞ്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ടൈട്രേഷൻ കൺസിഡർ ചെയ്യാണ്. നിങ്ങളടുത്ത് പറഞ്ഞു ഇറ്റ്സ് എ സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ടൈട്രേഷൻ. ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെറുതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പി എച്ച് വാല്യൂ വെറുതെ വർക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒരു റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നതാണ്. ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കരുത്, നിങ്ങൾ ആ തിയറി പാർട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആയിട്ടുള്ള ടൈട്രേഷൻ കൺസിഡർ ചെയ്യാണ്. എഗെയിൻ ഞാനൊരു 3 pH വരുന്ന സ്ട്രോങ് ആസിഡ് ഉള്ളത് 3 pH വരുന്നത് എടുത്തു. വീക്ക് ബേസ് ഉള്ളത് ഒരു 8 pH എടുത്തു. 7 pH വരുന്ന ഒരു ബേസ് കൊടുത്തു. 8 pH. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക?
ആസിഡിൻ്റെ പി എച്ച് 3 കയറി 7 അടുത്തെത്തും. ബേസിൻ്റെ പി എച്ച് 8 നിന്ന് കുറഞ്ഞ് 7 അടുത്തെത്തും. ഓക്കെ, അപ്പോൾ മൊത്തം ഈ റിയാക്ഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം ഇറ്റ്സ് 3.5 to 7.5. ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റ്സ് 3.5 to 7.5 വരും ഈ ഒരു മൊത്തം റിയാക്ഷൻ്റെ പി എച്ച് ചേഞ്ച്. 3.5നും 7.5നും ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ വരുന്ന ഏത് ഇൻഡിക്കേറ്ററാണ് നമുക്കറിയാവുന്നത്? മീഥൈൽ ഓറഞ്ച് ഇതിനിടയിൽ ഇൻഡിക്കേറ്റർ വരുന്ന ഇൻഡിക്കേറ്ററാണ്. ഇതിനിടയിൽ പി എച്ച് റേഞ്ച് വരുന്ന ഇൻഡിക്കേറ്ററാണ് മീഥൈൽ ഓറഞ്ച്. 3.5 to 4.5 വരെ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. ഫിനോഫ്തലീൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഫിനോഫ്തലീൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരു വീക്ക് ബേസ് എന്നൊക്കെ പറയുമ്പോൾ 8 നോർമലി എന്ത് വരുന്നത്? പി എച്ച് വാല്യൂ വരുന്നത്. ഫിനോഫ്തലീൻ്റെ പി എച്ച് വാല്യൂ തുടങ്ങുന്നത് തന്നെ 8.3 8.3 മുതൽ 10 വരെ അങ്ങോട്ട് മുകളിലേക്കാണ് ഫിനോഫ്തലീൻ്റെ പി എച്ച് വാല്യൂ വരുന്നത്. ഇവിടെ ഒരിക്കലും 8.3ൻ്റെ മുകളിലേക്ക് ഈ ഒരു റിയാക്ഷൻ്റെ പി എച്ച് പോവില്ല. കാരണം എന്താണ്? ബേസിൻ്റെ ഒരു നോർമലി വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ 8 അവിടെ നിന്ന് പെട്ടെന്ന് ആസിഡ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പി എച്ച് കുറയുകയാണ് ചെയ്യുക. ഒരിക്കലും പി എച്ച് മുകളിലേക്ക് കൂടുന്നില്ല. പി എച്ച് കുറഞ്ഞ് വേഗം ന്യൂട്രൽ പി എച്ച് ആയ 7ലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും 8.3ൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ 8ൻ്റെ മുകളിലേക്ക് ഈ റിയാക്ഷൻ്റെ പി എച്ച് പോകുന്നില്ല. റിയാക്ഷൻ്റെ പി എച്ച് 8 നിന്ന് താഴേക്ക് ഇറങ്ങി 7ലേക്ക് എത്താണ് ചെയ്യാം. ഒരിക്കലും 8.3 to 10 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് റിയാക്ഷൻ്റെ പി എച്ച് പോകാത്തത് കൊണ്ട് നമുക്ക് ആരെ ഉപയോഗിക്കാൻ പറ്റില്ല? 8.3 to 10 പി എച്ച് റേഞ്ച് വരുന്ന ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ഈ ഒരു ടൈട്രേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ആണോ നമുക്ക് ആരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ? മീഥൈൽ ഓറഞ്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഫിനോഫ്തലീൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് മാത്രമാണ്. ഫിനോഫ്തലീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ സ്ലൈഡിൽ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹിയർ പി എച്ച് റേഞ്ച് അറ്റ് ദി എൻഡ് പോയിന്റ് ഇസ് 3.5 to 7.5. എനി ഇൻഡിക്കേറ്റർ വിത്തിൻ ദിസ് റേഞ്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ. ആര് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ? മീഥൈൽ ഓറഞ്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി മൂന്നാമത്തെ ടൈട്രേഷൻ ഓഫ് എ വീക്ക് ആസിഡ് അഗെൻസ്റ്റ് എ സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ടൈട്രേഷൻ. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. പി എച്ച് റേഞ്ച് അറ്റ് ദി എൻഡ് പോയിന്റ് 6.5 to 10. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. വീണ്ടും നമ്മളുടെ ടൈട്രേഷൻ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു വീക്ക് ആസിഡാണ് വേഴ്സസ് സ്ട്രോങ് ബേസ്. ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിലുള്ള ടൈട്രേഷൻ. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചു. ഇത് 7 നമ്മുടെ വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 കൊടുക്കാം. ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 കൊടുക്കാം. ഓക്കെ, റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 6 7ലേക്ക് പി എച്ച് എത്തും. അതുപോലെ 11 കുറഞ്ഞ് റിയാക്ഷൻ്റെ പി എച്ച് എവിടെ എത്തണം? 7 അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ റിയാക്ഷൻ്റെ പി എച്ച് ഇരിക്കുന്നത്. ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് 6.5 to 10. ജനറലൈസ് ചെയ്ത് നമ്മൾ വെറുതെ പറയുന്നു. റിയാക്ഷൻ്റെ പി എച്ച് റേഞ്ച് എന്ന് പറയുന്നത് 6.5 മുതൽ 10 വരെയാണ്. ഓക്കെ, അപ്പോൾ 6.5 മുതൽ 10 വരെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? നമ്മളുടെ കയ്യിൽ ഉള്ള 2 ഇൻഡിക്കേറ്റേഴ്സിൽ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പറ്റുമോ? 6.5 to 10 പി എച്ച് എങ്കിൽ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മീഥൈൽ ഓറഞ്ച് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? മീഥൈൽ ഓറഞ്ചിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 3.5 to 4.5 വരെയുള്ളൂ. ഈ 4.5ലേക്കൊന്നും ഒരിക്കലും ഈ റിയാക്ഷൻ ചെല്ലില്ല. കാരണം ഈ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് വീക്കാണ്. 4 എന്നൊക്കെ പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡ് റേഞ്ചാണ്. അവിടേക്ക് ഒരിക്കലും റിയാക്ഷൻ എത്താത്തത് കൊണ്ട് നമുക്ക് മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പറ്റില്ല. 6.5 to 10ൻ്റെ ഇടയിൽ വരുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോഫ്തലീൻ ആണ്. ഫിനോഫ്തലീൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് 8.3 to 10. അപ്പോൾ ഇതിനിടയിൽ 6.5 to 10 എന്ന് പറയുന്ന വാല്യൂവിൽ ഫിനോഫ്തലീൻ വരുന്നത് കൊണ്ട് നമുക്ക് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ ആരും ഉപയോഗിക്കാം? ഫിനോഫ്തലീൻ ഉപയോഗിക്കാം. പക്ഷേ ഒരു മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ടൈട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് വരാം. മൂന്നാമത്തെ ടൈട്രേഷൻ ഓഫ് എ വീക്ക് ആസിഡ് അഗെയിൻസ്റ്റ് എ സ്ട്രോങ് ബേസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് നോക്കി പി എച്ച് റേഞ്ച് അറ്റ് ദി എൻഡ് പോയിന്റ് 6.5 to 10. എനി ഇൻഡിക്കേറ്റർ വിത്തിൻ ദിസ് റേഞ്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. എക്സാമ്പിളായിട്ട് നമ്മൾ തന്നത് ഫിനോഫ്തലീൻ ആണ്. നാലാമത്തെ ടൈട്രേഷൻ ഇറ്റ്സ് എ ടൈട്രേഷൻ ഓഫ് എ വീക്ക് ആസിഡ് അഗെയിൻസ്റ്റ് എ വീക്ക് ബേസ്. വീക്ക് ആസിഡും വീക്ക് ബേസും ടൈട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു നാലാമത്തെ ടൈട്രേഷൻ വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ആണ്. നമ്മുടെ പി എച്ച് 7. ഒരു വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു 6,
ഒരു വീക്ക് ബേസ് എന്ന് പറയുമ്പോൾ pH ഒരു 8. അപ്പോൾ നമ്മൾ ഇവരെ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് 6 നിന്ന് 7ലേക്ക് pH എത്തണം, 8 നിന്ന് 7ലേക്ക് pH എത്തണം. ഈ ഒരു വളരെ ചെറിയൊരു ഏരിയയിലാണ് റിയാക്ഷൻ്റെ pH ചേഞ്ച് നടക്കുന്നത് അല്ലേ. 6 ആണ് വീക്ക് ആസിഡിൻ്റെ pH വരിക, ഒരു 8 ആണ് വീക്ക് ബേസിൻ്റെ pH വരിക എന്ന് വിചാരിക്കുക. ഇവരെ രണ്ടുപേരെയും നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് ഏരിയയിൽ വളരെ ചെറിയൊരു pH ചേഞ്ചിൽ മാത്രമേ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കളർ ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും, ന്യൂട്രലൈസേഷൻ നടക്കും. കാര്യം വളരെ ന്യൂട്രലിനോട് അടുത്തിരിക്കുന്ന 2 സൊല്യൂഷനാണ് നമ്മൾ ടൈട്രേഷന് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് കൃത്യം ഒരു കളർ ചേഞ്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇന്നതിൽ നിന്ന് ഇന്നതിലേക്ക് എത്താൻ ഇത്ര സമയം എടുത്തു അല്ലെങ്കിൽ ഇത്ര വോള്യൂം ഉപയോഗിക്കേണ്ടി വന്നു എന്നൊന്നും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ റിയാക്ഷൻ്റെ pH റേഞ്ച് അല്ലെങ്കിൽ pH ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻ്റർവെലിനകത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടൈട്രേഷൻ, വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻസ് നോർമലി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യാറില്ല. അതിന് കാരണം കൃത്യമായ ഒരു കളർ ചേഞ്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറില്ല ഈ റിയാക്ഷൻസിൽ. സോ നോർമലി ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ടൈട്രേഷൻസ് ഒന്നും ഈ ഒരു വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻസിന് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 രീതിയിലുള്ള ടൈട്രേഷൻസ് നോക്കി. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് വീക്ക് ബേസ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു ഒരു ടൈട്രേഷൻ തരും. ഇപ്പോൾ ലൈക്ക് HCl വേഴ്സസ് NaOH. ഈ ടൈട്രേഷൻ്റെ ഇൻഡിക്കേറ്റർ ആരാണെന്ന് സജസ്റ്റ് ചെയ്യൂ, എന്തുകൊണ്ട്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ HCl എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് സ്ട്രോങ് ആസിഡാണ്. NaOH എന്ന് പറയുമ്പോൾ അത് സ്ട്രോങ് ബേസ് ആണ്. സോ ദിസ് ഇസ് എ സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ്റെ മൊത്തം pH വാല്യൂ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 4 to 10, 4 മുതൽ 10 വരെയാണ്. 4ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് pH വാല്യൂ ഉള്ള ഫിനോഫ്തലീനും അതുപോലെ മീഥൈൽ ഓറഞ്ചും നമുക്ക് ഈ ഒരു ടൈട്രേഷൻ റിയാക്ഷനിൽ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവേണ്ടത്. ആസിഡും ബേസും, ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് എഴുതുക. മൊത്തം റിയാക്ഷൻ്റെ pH എത്ര വരുന്നു എന്നുള്ളത് എഴുതുക. അതിൽ അകത്ത് വരുന്ന ഇൻഡിക്കേറ്റർ ആരാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ ആരാണെന്ന് എഴുതുക. അപ്പോൾ നോർമലി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങളും അതിനകത്ത് ആൻസറിൽ എക്സ്പ്ലനേഷനിൽ വേണം. അത് വെച്ചിട്ട് ആൻസർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡ് മാത്രമേ നിങ്ങൾക്ക് നോട്ട് എഴുതാനുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതി വയ്ക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.